Hi my dear students, welcome back to my channel, your online teacher. അപ്പോൾ എക്സാം ഒക്കെ തീർന്നു, ഇനിയിപ്പോൾ അക്കൗണ്ടൻസി മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ റിലാക്സ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ, ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല എന്ന് പഠിക്കാതെ റിലാക്സ് ചെയ്തിരിക്കുകയായിരിക്കും. അങ്ങനെ ഒരു മടി വരാനൊരു ചാൻസ് ഇപ്പോൾ ഉണ്ട്. കാര്യം നാളെ എക്സാം ആണെങ്കിൽ കൂടി, പക്ഷെ മടിച്ചിരിക്കരുത്, നാളെ കൂടി ഉള്ളൂല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇന്നുകൂടി ഒന്ന് എഫേർട്ട് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുള്ളത്, 40ൽ 40 മാർക്ക് പാർട്ട് 1ൽ നിന്ന് സ്കോർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നാളത്തെ എക്സാമിന് ഒരു മോഡൽ പേപ്പർ അല്ലെങ്കിൽ ഇതായിരിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതല്ലാതെ ഒരു ചോദ്യം അതിൽ വരാൻ വേണ്ടിയിട്ട് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അറിയില്ല ഇത് എത്രത്തോളം ലെങ്തി ആകും പോകുന്നുള്ളത്. മാക്സിമം നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി മക്കളെ, വേറെ ഒന്നും പഠിക്കണ്ട. പാർട്ട് 1 40ൽ 40 നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഒത്തിരി ലെങ്തി ആയി പോകുകയാണെങ്കിൽ നമുക്കിത് പല പാർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 വേർഡും 2 മാർക്സും എല്ലാം ഉണ്ട്. പാർട്ട്ണർഷിപ്പ് ഈസ് എൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ടു ഷെയർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഡാഷ് ഓഫ് എ ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യാനാണ് പാർട്ട്ണർഷിപ്പ് ഉള്ളത്. Then identify the name of account which is prepared to show how the profits are distributed among the partners. Partnersന്റെ ഇടയ്ക്ക് profits എങ്ങനെയാണ് distribute ചെയ്തിരിക്കുന്നത് കാണിക്കുന്നത് profit and loss appropriation account ആണ്. When the partnership agreement is silent, partnership agreement silent ആണെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് പാർട്ട്ണർക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുക? ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമേ ഇല്ല, ആർക്കും കിട്ടില്ല, കാരണം പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണ്. Then സാലറി ആണെങ്കിൽ അങ്ങനെ തന്നെ, പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ ആർക്കും കിട്ടില്ല. അഞ്ചാമത്തെ ചോദ്യം, അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, അത് എവിടെ എഴുതാ? നമ്മൾ കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുന്നത്. കറണ്ട് അക്കൗണ്ടിൽ തന്നെ കുറയുന്ന കാര്യങ്ങൾ ഡെബിറ്റ് സൈഡിലും കൂടുന്ന കാര്യങ്ങൾ ക്രെഡിറ്റ് സൈഡിലും എഴുതുന്നത്. സോ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ഡെബിറ്റ് ടു കറണ്ട് അക്കൗണ്ട് ആണ് വരുന്നത്. Then if partners are entitled to interest on capital as per agreement, interest on capital കിട്ടാൻ പാർട്ട്ണർഷിപ്പ് ഡീലിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഏതിൽ നിന്ന് കിട്ടുക? ഇൻട്രസ്റ്റ് ആണെങ്കിലും സാലറി ആണെങ്കിലും കമ്മീഷൻ ആണെങ്കിലും എല്ലാം ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് കിട്ടുള്ളൂ. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എവിടെയാണ് നമ്മൾ എഴുതുന്നത്? കറണ്ട് അക്കൗണ്ടിലാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് അത് ഏത് മെത്തേഡിലാണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ് സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എവിടെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡെബിറ്റ് ചെയ്യുന്നത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ്. Then 10th question എന്താണ്? ഫിറോസ് ആൻഡ് ഷാഹിൻ ആർ പാർട്ട്നേഴ്സ്, അവർക്കൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അവർ എങ്ങനെയായിരിക്കും ഷെയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അവർ ഈക്വൽ ആയിട്ടായിരിക്കും ഷെയർ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ആണെങ്കിലോ, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ് കേട്ടോ, അതാണെങ്കിൽ ഷെയർ ചെയ്യുന്നത് 6%, അത് 6% ആയിരിക്കും അതിന് ഇൻട്രസ്റ്റ്. ബാക്കി സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇതൊക്കെ പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ നോ ആണ് വരുന്നത് കേട്ടോ. Then write journal entry to charge interest on capital to partner A. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം അല്ലെ, പാർട്ട്ണർക്ക് കൊടുക്കണം. സോ അത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലാണ് വരുന്നതെങ്കിൽ. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാണ് ചെയ്യുന്നത്, കിട്ടുമ്പോൾ പാർട്ട്നേഴ്സിനെ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത് ടു എ എന്ന് പറഞ്ഞ പാർട്ട്ണർ അല്ലെ, ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതിനെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെയാണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നതാണ് എന്ത്? ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നതാണ് അതിന്റെ ജേർണൽ എൻട്രി വരുന്നത്. ദെൻ അടുത്തത്, വാട്ട് ഈസ് ദ ജേർണൽ എൻട്രി ടു ബി പാസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് പാർട്ട്ണർ സാലറി? പാർട്ട്ണർക്ക് സാലറി കൊടുക്കുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്താണ്? പാർട്ട്ണർക്ക് സാലറി കൊടുക്കുമ്പോൾ അതും പാർട്ട്ണർക്ക് കിട്ടുമ്പോൾ പാർട്ട്ണറെ ക്രെഡിറ്റ് ചെയ്യണം ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്നേഴ്സ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യണത് പാർട്ട്നേഴ്സ് സാലറിനെയാണ്. സോ പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. Then list out any 4 items to be credited to partners current account. പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ എഴുതുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കമ്മീഷൻ, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ബാലൻസ്. ഇനി 14ാമത്തെ ചോദ്യം, നന്ദ ഒരു പാർട്ട്ണർ വിഡ്രൂ 5,000 പെർ മന്ത്, എല്ലാ മാസവും 5,000 രൂപ വിഡ്രോ ചെയ്തു. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 9% ആണ്. നമ്മളോട് എല്ലാ മാസത്തിന്റെയും എൻഡിലാണെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടോട്ടൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12 ഇൻറ്റു ആവറേജ് പീരീഡ്. ടോട്ടൽ എമൗണ്ട് എല്ലാ മാസവും 5,000 എന്ന് പറയുമ്പോൾ 5,000 ഇൻറ്റു 12 ടോട്ടൽ എമൗണ്ട് 60,000 വരും. റേറ്റ് 9 ആണ്.
9/100 into 1/12 into ആവറേജ് പീരീഡ് എല്ലാ മാസത്തിന്റെ അവസാനമാകുമ്പോൾ 5.5, എല്ലാ മാസത്തിന്റെ ബിഗിനിങ്ങിലാണെങ്കിൽ 6.5, മാസത്തിന്റെ നടുക്ക് വെച്ചിട്ടാണെങ്കിൽ 6, അങ്ങനെയാണ് വരുന്നത്. സോ ഇതെല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2475 ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, Chaitanya and Sandra are partners sharing profits and losses equally. Then Sandra withdrew 20,000 quarterly ആണ്. എല്ലാ ക്വാർട്ടറിന്റെയും ബിഗിനിങ്ങിൽ 20,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാം. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഇൻറ്റു ടോട്ടൽ എമൗണ്ട് ഇവിടെ എത്രയാണ് വരാം? ക്വാർട്ടർ നോക്കുമ്പോൾ നിങ്ങൾ അൽഫാം നിർത്താൽ മതി. 4 ക്വാർട്ടർ ചേർന്നാൽ ഒരു ഫുൾ ചിക്കൻ ആകുന്നത്. അപ്പൊ 4 ക്വാർട്ടർ ആണ് ടോട്ടൽ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ 20,000 ഒരു ക്വാർട്ടറിൽ. അപ്പൊ ടോട്ടൽ എമൗണ്ട് കാണാൻ 20,000 ഇൻറ്റു 4, ടോട്ടൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് എത്രയാണ്? 8%, 8/100 ഇൻറ്റു 1/12 ഇൻറ്റു ആവറേജ് പീരീഡ് എത്ര വരാം? എല്ലാ ക്വാർട്ടറിന്റെ ബിഗിനിങ്ങിലാണെങ്കിൽ 7.5, ക്വാർട്ടറിന്റെ എൻഡിലാണെങ്കിൽ 4.5, ക്വാർട്ടറിന്റെ നടുക്കാണെങ്കിൽ 6. അപ്പൊ ഇവിടെ 7.5 ആണ് വരുന്നത്. ഇതെല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4,000 rupees ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രഞ്ജിത്ത് ഇസ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ ആണ്. ബിഗിനിങ്ങിലുള്ള ക്യാപിറ്റൽ 2,20,000 ആണ്. 6% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ 80,000 കൊണ്ടുവന്നിട്ടുണ്ട്. അത് 1/7/2017 50,000 1/10/2017 വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഈ 2,20,000 എന്ന് പറയുന്നത് വർഷത്തിന്റെ ആദ്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ 2,20,000 ഫുൾ ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫുൾ ഇയറിലേക്ക് എന്ന് പറയുമ്പോൾ 2,20,000 ഇൻറ്റു റേറ്റ് 6% പറഞ്ഞിരിക്കുന്നത് ഇൻറ്റു 6/100. ഓക്കെ, 2,20,000 ഇൻറ്റു 6/100 ചെയ്യുമ്പോൾ 13,200 കിട്ടും. ഇനി അയാൾ അഡീഷണൽ ക്യാപിറ്റൽ എത്ര രൂപ കൊണ്ടുവന്നിട്ടുണ്ട്? 80,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. 80,000 രൂപ ഫുൾ ഇയറിലേക്ക് ഇല്ല. കാരണം അത് എന്നാ കൊണ്ടുവന്നേ? 7ാം മാസത്തിൽ, ജൂലൈയിലോ കൊണ്ടുവന്നേ. ബുക്ക് ക്ലോസ് ചെയ്യുന്നത് ഡിസംബറിൽ. ജൂലൈ തൊട്ട് ഡിസംബർ വരെ എത്ര മാസമുണ്ട്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 6 മാസം. സോ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഈ 80,000 കണ്ടാൽ മതി. അപ്പൊ എത്ര വരും? 80,000 ഇൻറ്റു 6/100 ഇൻറ്റു 6 മാസത്തേക്ക് ഇൻറ്റു 6/12. ഓക്കെ, ഇൻറ്റു 6/12. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,400 കിട്ടും. സോ 13,200 2,400 കൂടി ആഡ് ചെയ്യുമ്പോൾ 15,600 ആയിരുന്നു അയാൾക്ക് കിട്ടേണ്ടിയിരുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പക്ഷെ അത്രയും കിട്ടില്ല. കാരണം എന്താ? അയാള് 50,000 രൂപ 1/10/2017 വിഡ്രോ ചെയ്തിട്ടുണ്ട്. സോ 50,000 രൂപ എന്ന് പറയുന്നത് 1/10 വിഡ്രോ ചെയ്തത്. സോ അതായത് ഒക്ടോബറിലെ. സോ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തേക്ക് ഈ 50,000 അയാൾക്ക് എന്ത് കിട്ടില്ല? ഇൻട്രസ്റ്റ് കിട്ടില്ല. അത് നമ്മൾ കുറയ്ക്കണം. അപ്പൊ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 50,000 ഇൻറ്റു 6/100 ഇൻറ്റു 3/12, 3 മാസത്തേക്കുള്ളത്. 3 മാസത്തേക്കുള്ളത് 750 വരുന്നത്. സോ 15,600 നിന്ന് 750 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 14,850 കിട്ടും. ഈ 14,850 എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേയബിൾ. അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇതാണ്. Then അടുത്തത്, സിമി, മിനി, സുനി പാർട്ട്നേഴ്സ് ആണ്. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 2:1:1 റേഷ്യോയിലാണ്. സുനിക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് 20,000 rupees. എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സിമിയും മിനിയും കൂടി ചേർന്നിട്ട് നെറ്റ് ചെയ്തോളാന്ന് പറയുന്നു. നെറ്റ് പ്രോഫിറ്റ് 60,000 രൂപയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അത് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും മുന്നേ നമുക്ക് അത് കാൽക്കുലേഷൻ മുകളിൽ എഴുതാം. എന്നിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പമുണ്ട്. സോ നോക്കാം. ആദ്യം ഇവിടെ അവരുടെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ ന്യൂ റേഷ്യോ പ്രകാരം സിമിക്ക് എത്ര കിട്ടും, മിനിക്ക് എത്ര കിട്ടും, സുനിക്ക് എത്ര കിട്ടും പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് 2:2:1 അല്ലേ? അതായത് 2:2:1 എന്ന് പറയുമ്പോൾ 60,000 ഇൻറ്റു 2/5. സിമിക്ക് കിട്ടുന്നത് എത്രയാണ്? 60,000 ഇൻറ്റു 2/5. 60,000 ഇൻറ്റു 2/5 എന്ന് പറയുമ്പോൾ എത്ര വരും? 60,000 ഇൻറ്റു 2/5 എത്രയാ? 60,000 ഇൻറ്റു 2/5 എന്ന് പറയുമ്പോൾ 24,000 ആണ് വരുന്നത്. സോ സിമിക്ക് 24,000 കിട്ടും. 60,000. അതേപോലെ മിനിക്കും 2/5 തന്നെയാ ഷെയർ വരുന്നത്. സോ മിനിക്കും 24,000 കിട്ടും. സുനിക്കാവുമ്പോൾ ഇൻറ്റു 1/5 ചെയ്യുമ്പോൾ 12,000 വരുന്നുള്ളൂ. അപ്പോൾ സുനി പ്രശ്നം ഉണ്ടാക്കും. കാരണം എന്താ? സുനിനോട് പറഞ്ഞിരിക്കുന്നത് 20,000 തരാമെന്നാണ്. അപ്പൊ അവിടെ എത്ര കുറവുണ്ട്? 20,000 തരാമെന്ന് പറഞ്ഞു. ന്യൂ റേഷ്യോ പ്രകാരം വീതിക്കുമ്പോൾ 12,000 ഉള്ളൂ. സോ 8,000 rupeesന്റെ ഡെഫിഷ്യൻസി, കുറവ് അവിടെ ഉണ്ട്. ആ 8,000 rupees സിമിയും മിനിയും കൂടി ചേർന്നിട്ടാണ് കൊടുക്കുക. അവരുടെ റേഷ്യോ 2:1 അല്ലേ? 2:1 എന്ന് വെച്ചാൽ 1:1, പകുതി പകുതിയായിട്ട്.
ഓക്കെ, പകുതിയായിട്ടാണ് കൊടുക്കാം. അപ്പൊ 8,000 പകുതി 4,000 രൂപ ആര് കൊടുക്കും? ലെസ് ഡെഫിഷ്യൻസി മെറ്റ് ബൈ സിമി. സിമി 4,000 രൂപ കൊടുക്കും. അതേപോലെ തന്നെ ലെസ് ഡെഫിഷ്യൻസി മെറ്റ് ബൈ മിനിയും 4,000 രൂപ കൊടുക്കും. ദെൻ സുമിയെ സംബന്ധിച്ചോ ആഡ് ഡെഫിഷ്യൻസി മെറ്റ് ബൈ സിമി തന്ന 4,000 ആഡ് ചെയ്യണം. ആഡ് ഡെഫിഷ്യൻസി മെറ്റ് ബൈ മിനി തന്ന 4,000 ആഡ് ചെയ്യുമ്പോൾ ടോട്ടല് സുനിക്ക് കിട്ടാനുള്ള 20,000 രൂപ അവിടെ കിട്ടി. ദെൻ ഇവരുടെ ആണെങ്കിലോ ഇവരെ കൊടുത്ത 4,000 കുറച്ചാൽ ബാക്കി 20,000, ഇവിടെയും കൊടുത്ത 4,000 കുറച്ചാൽ ബാക്കി 20,000. സോ റിയൽ പ്രോഫിറ്റ്, ശരിക്കുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് സിമിയുടെയും സുനിയുടെയും മിനിയുടെയും ഒക്കെ 20,000 ആണ് വരുന്നത്. ഇതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് എഴുതണം കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട്. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എഴുതണം. നെറ്റ് പ്രോഫിറ്റ് 60,000 രൂപ എന്ന് എഴുതി. ഇനി ആദ്യം സിമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതാം. സിമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് കൊണ്ട് സിമിക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയായിരുന്നു? 24,000 ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ഡെഫിഷ്യൻസി മെറ്റ് കുറവ് മെറ്റ് ചെയ്തത് കുറയ്ക്കാം. 4,000 കുറച്ച് കഴിയുമ്പോൾ 20,000. അതുപോലെ തന്നെ മിനീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയായിരുന്നു? 24,000 ആയിരുന്നു. അതിൽ നിന്ന് ഡെഫിഷ്യൻസി മെറ്റ് ചെയ്ത് കുറയ്ക്കാം. ലെസ് ഡെഫിഷ്യൻസി മെറ്റ് 4,000 രൂപ കുറയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ 20,000 രൂപ വരും. ദെൻ സുനീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 12,000 ആയിരുന്നു. ദെൻ ഇവിടെ ആഡ് ഡെഫിഷ്യൻസി മെറ്റ് രണ്ടുപേരും തന്നെ ഡെഫിഷ്യൻസി ആഡ് ചെയ്യുമ്പോൾ 4,000 അങ്ങനെ ടോട്ടല് 20,000 രൂപ സുനിക്കും വന്നു. സോ അക്കൗണ്ട് ടാലിയായി 60,000. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ ഉള്ളിൽ ഒരു ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റിന്റെ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റ് റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന 4 ഐറ്റംസ്, ഏതെങ്കിലും 4 ഐറ്റംസ് ചോദിച്ചിരിക്കുന്നത്. അതിൽ വരുന്ന എന്താണ്? അവർ തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരും. ദെൻ പാർട്ട്നേഴ്സിന്റെ സാലറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരും. ദെൻ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഇത് എന്നാ തുടങ്ങിയത്? ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് വരും. പിന്നെ അഡ്രസ് ഓഫ് ദ ഫേം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഫേം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്ണർ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 5 മാർക്കിന്റെ ചോദ്യമാണ്. ഓരോന്നിന്റെ മാർക്ക് ഞാൻ ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശ്രേയ, പ്രാർത്ഥന, സാധിക പാർട്ട്നേഴ്സ് ആണ്. 25,000, 20,000, 15,000 ആണ് അവരുടെ ക്യാപിറ്റൽസ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1:3 ആണ്. പ്രാർത്ഥനയ്ക്ക് 2,000 സാലറിയും ശ്രേയക്ക് കമ്മീഷൻ 10,000 കിട്ടാനുണ്ട്. ഡീഡ് പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രോയിങ്സ് ഉണ്ട് 3,000, 20,000, 2,000, 1,000. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 6% ആണ്. നെറ്റ് പ്രോഫിറ്റ് 49,420 ആണ്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അത് ചിലപ്പോൾ 6 മാർക്കിലേക്ക് ഇത്തവണ വരാൻ ചാൻസ് ഉണ്ട്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? ആദ്യം എഴുതേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ള ഈ 49,420 ആണ് എഴുതേണ്ടത്. സോ എഴുതാം നെറ്റ് പ്രോഫിറ്റ് 49,420. പിന്നെ ഇവിടെ നമ്മൾ ഒരേ ഒരു കാര്യമാണ് എഴുതുള്ളൂ, അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. വേറെ ഒന്നും നമ്മൾ ഇവിടെ എഴുതില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും ശ്രേയ, പ്രാർത്ഥന, സാധിക, ശ്രേയ, പ്രാർത്ഥന, സാധിക. ഓക്കെ, എമൗണ്ട് എത്ര വരും? ഇവരുടെ ഇൻട്രസ്റ്റ് എത്രയാ? ഇവരുടെ ഇവരുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ശ്രേയയുടേത് 3,000 രൂപയാണ്. അപ്പൊ ആ 3,000-ൽ ഇൻട്രസ്റ്റ് 6%. ഓക്കെ, അപ്പൊ 3,000 × 6 / 100 180 ആണ് എന്ത് വരുന്നത്? 180 അല്ല, അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഇവരുടെ വിഡ്രോ ഡേറ്റ് പറയാത്തത് കൊണ്ട് × 6/12 കൂടി ചെയ്യണം. അതായത് 3,000 × 6% ആണ് 6/100 ഇവിടെ എന്നാണ് വിഡ്രോ ചെയ്തതെന്ന ഡേറ്റ് പറയാത്തത് കൊണ്ട് നമ്മൾ 6/12 കൂടി നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് 90 കിട്ടും ശ്രേയയുടേത്. അതേപോലെ പ്രാർത്ഥനയുടെ കിട്ടാൻ 2,000 × 6/100 × 6/12. അതേപോലെ അടുത്ത ആളുടെ കിട്ടാനും 1,000 × 6/100 × 6/12 എത്ര വരും? 2,000 × 6 / 100 × 6/12 ഇവിടെ 60 വരും. Then അടുത്ത ആള് 1,000 × 6 / 100 × 6/12 30 വരും.
അപ്പോൾ 90, 60, 30 ഇതൊക്കെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്. സോ ഇവിടേക്ക് എഴുതാം 90, 60, 30 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. അത് ഔട്ടർ കോളത്തിൽ എഴുതാം. അത് എഴുതി. ഇനി വേറെന്താ എഴുതാനുള്ളത്? സാലറി. പ്രാർത്ഥനയ്ക്ക് എല്ലാ മാസവും 2000 രൂപ സാലറി കിട്ടും. സോ പ്രാർത്ഥന സാലറി എന്ന് പറഞ്ഞിട്ട് എഴുതാം. ബാക്കി അവർക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. പ്രാർത്ഥന സാലറി എത്ര വരും? എല്ലാ മാസവും 2000. അങ്ങനെ വർഷത്തിന്റെ അവസാനത്തിലാണ് നമ്മൾ കണക്ക് ചെയ്യുന്നത്. സോ 2000 × 12 വരുമ്പോൾ 24,000 ആണ് പ്രാർത്ഥനയുടെ സാലറി. ഇനി അടുത്ത ആളുടെ ശ്രേയയുടെ കമ്മീഷൻ 10,000. അത് മന്ത്ലി എന്നൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ 10,000 എഴുതിയാൽ മതി. ശ്രേയാസ് കമ്മീഷൻ 10,000. ഇനി അടുത്തത് എന്താണ് അവർക്ക് കിട്ടാനുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 25,000-ന് 20,000-ന് 15,000-ന് ഒക്കെ 6%. 20,000 × 6 ഡിവൈഡഡ് ബൈ 100 വരുമ്പോൾ 1,200 വരും. സോറി, ആദ്യത്തെ ആള് 25,000. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓരോരുത്തരുടെ എടുത്ത് എഴുതാം. ശ്രേയ, പ്രാർത്ഥന, സാധിക. ശ്രേയയുടെ ക്യാപിറ്റൽ 25,000. 25,000-ന്റെ 6% എന്ന് പറയുമ്പോൾ 1,500. അടുത്ത ആളുടെ ക്യാപിറ്റൽ 20,000. 20,000-ന്റെ 6% എന്ന് പറയുമ്പോൾ 1,200. അടുത്ത ആളുടെ ക്യാപിറ്റൽ 15,000. 15,000-ന്റെ 6% എന്ന് പറയുമ്പോൾ 900. സോ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 3,600 ഔട്ടർ കോളത്തിൽ എഴുതാം. ദെൻ വേറെ എന്തെങ്കിലും എഴുതാനുണ്ടോ നോക്കാം. ഡ്രോയിങ്സ് ഇതിൽ തന്നിട്ടുണ്ട്, പക്ഷെ ഡ്രോയിങ്സ് എഴുതാൻ പാടില്ല. നമ്മൾ എഴുതരുത്, ആൻസർ തെറ്റി പോകും. സോ ഇനി ഇത് എന്ത് ചെയ്താൽ മതി? ഇത് ജസ്റ്റ് ടോട്ടൽ ചെയ്താൽ മതി. ഈ സൈഡ് 49,600, ഈ സൈഡും 49,600. അതിൽ നിന്ന് ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 12,000 കിട്ടും. 12,000 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് ആർക്കാണ്? ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, പാർട്ട്നേഴ്സിന് കിട്ടും. ശ്രേയ, പ്രാർത്ഥന, സാധിക എത്ര കിട്ടും? ഈ 12,000-ന്റെ അവരുടെ റേഷ്യോ എത്രയാണ്? 2:1:3. അതായത് 12,000 × 2/6, 1/6, 3/6. അപ്പൊ എത്ര കിട്ടും? 4,000, 2,000, 6,000. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതിലേക്ക് എക്സ്ട്രാ ഒന്ന് പഠിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നമ്മുടെ ഇതിൽ വരുന്നതുണ്ടല്ലോ, പ്രോഡക്റ്റ് മെത്തേഡിലുള്ള പ്രോബ്ലം ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, സോ ഒരുവിധം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Then അടുത്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. If an incoming partner brings premium of goodwill, പുതിയതായിട്ട് വരുന്ന ഒരു പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവന്നാൽ അത് ഏത് റേഷ്യോയിലാണ് അവർ എടുക്കുന്നത്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ് എടുക്കുന്നത്. ഇൻകമിംഗ് പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസിങ് റേഷ്യോയിൽ എടുക്കും. ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ എന്ന് പറയുന്നത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഓൾഡ് വൺ ഇതിലേതാണ്? വെയ്റ്റഡ് ക്യാപിറ്റലൈസേഷൻ ആണ്. പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് അക്യൂമുലേറ്റഡ് ലോസ് ആണ്. Then ratio in which all the partners agree to sacrifice their share of profit in favor of incoming partner, sacrificing ratio ആണ്. Complete the following journal entry. അതായത് പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ്വിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തു എന്നാ പറയുന്നത്. അവർ വിഡ്രോ ചെയ്യുമ്പോൾ ടു ക്യാഷ് ഡെബിറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ആ ഒരു ഓൾഡ് പാർട്ട്നേഴ്സിനെയാണ്. അവരാണല്ലോ വിഡ്രോ ചെയ്തത്, അതുകൊണ്ട് അവരെ വേണം ഡെബിറ്റ് ചെയ്യാൻ. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് അവിടെ എൻട്രി വരാം. ദെൻ അനു, ബീന ആർ പാർട്ട്നേഴ്സ് 3:2. ബിന്ദുവിനെ അഡ്മിറ്റ് ചെയ്തു. അനുവിന്റെ ഷെയറിന് 1/3 സറണ്ടർ ചെയ്തു. ബീനയുടെ ഷെയറിന് 1/4 സറണ്ടർ ചെയ്തു. ന്യൂ റേഷ്യോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അനു എത്ര സറണ്ടർ ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. അനു സറണ്ടർ ചെയ്തത് അനുവിന്റെ ഷെയറിന്റെ 1/3. അനുവിന്റെ ഷെയർ 3/5. 3/5-ന്റെ 1/3 എന്ന് പറയുമ്പോൾ 3/5 × 1/3, 3/15. ഇനി അടുത്തത് ആരാണ് സറണ്ടർ ചെയ്തത്? ബീന സറണ്ടർ കാണും. ബീന സറണ്ടർ ചെയ്തത് ബീനയുടെ ഷെയറിന്റെ 1/4. ബീനയുടെ ഷെയർ എത്ര? 2/5. അതിന്റെ 1/4 × 1/4, അതായത് 2/20 ആണ് ആര് സറണ്ടർ ചെയ്തത്? ബീന സറണ്ടർ ചെയ്തത്. ഇവർ രണ്ടുപേരും കൂടി ഈ സറണ്ടർ ചെയ്തതാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്?
പുതുതായിട്ട് വന്നിട്ടുള്ള ബിന്ദുവിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ബിന്ദുവിന് എത്ര ഷെയർ കിട്ടി എന്നുള്ളത് നോക്കാം. ബിന്ദുവിന് കിട്ടിയിട്ടുള്ളത് 3/15 പ്ലസ് 2/20 ആണ്. ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 15-നെയും 20-നെയും ഒരു കോമൺ ഡിനോമിനേറ്ററിലേക്ക് മാറ്റാം. രണ്ടിനെയും നമുക്ക് 60ലേക്ക് മാറ്റാലോ. 15-നെ 60ലേക്ക് മാറ്റാൻ ഇൻറ്റു 4, 20-നെ 60ലേക്ക് മാറ്റാൻ ഇൻറ്റു 3. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ വരും? ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 12/60 പ്ലസ് 6/60, അതായത് 18/60 ആണ് ബിന്ദുവിന്റെ ഷെയർ എന്ന് പറയുന്നത്. ഇനി അനൂസ് ന്യൂ ഷെയർ കാണണം. അനൂസ് ന്യൂ ഷെയർ, അനുവിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് അനുവിന്റെ ഓൾഡ് ഷെയറിൽ നിന്ന് അനു സറണ്ടർ ചെയ്തത് കുറച്ചാൽ മതി. അനുവിന്റെ ഓൾഡ് ഷെയർ എത്രയാ? 3/5. അതിൽ നിന്ന് അനു സറണ്ടർ ചെയ്ത് 3/15 കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ കുറയ്ക്കണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കണം. 15 ആക്കാൻ ഇൻറ്റു 3. അപ്പൊ എന്ത് വരും? 9/15 മൈനസ് 3/15 ഈക്വൽ 6/15 ആണ് അനുവിന്റെ പുതിയ ഷെയർ. ഓക്കെ, അതേപോലെ തന്നെ ബീനയുടെ ന്യൂ ഷെയർ, ബീനാസ് ന്യൂ ഷെയർ. ബീനയുടെ ന്യൂ ഷെയർ എന്ന് പറയുമ്പോൾ ബീനയുടെ ഓൾഡ് ഷെയർ 2/5. അതിൽ നിന്ന് ബീന കൊടുത്ത് 2/20 കുറയ്ക്കാം. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. 20 ആക്കാൻ 5-ന് ഇൻറ്റു 4, മുകളിലും ഇൻറ്റു 4. അപ്പൊ എന്തായി? 8/20 മൈനസ് 2/20 ഈക്വൽ 6/20. അപ്പൊ ഒന്ന് നോക്കി, ഇവിടെ നോക്കി, അനുവിന്റെ ഷെയർ 6/15, ബീനയുടെ ഷെയർ 6/20, ദെൻ ബിന്ദുവിന്റെ ഷെയർ 18/60. പലതും പല ഡിനോമിനേറ്ററിൽ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ എല്ലാത്തിനും കോമൺ ആയിട്ട് ഒരു ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരണം. എല്ലാത്തിനും നമുക്ക് 60 ആക്കാം. 15-ന് 60 ആക്കാൻ ഇൻറ്റു 4. അപ്പൊ എന്തായി? 24/60. 20-ന് 60 ആക്കാൻ ഇൻറ്റു 3. അപ്പൊ എന്തായി? 18/60. പിന്നെ ഇത് ഓൾറെഡി 18/60 ആണ്. സോ നോക്കിയേ, ഡിനോമിനേറ്റേഴ്സ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 24:18:18. ഒക്കെ ഇതിന് പകുതിയാക്കാലോ. 24-നെ പകുതിയാക്കുമ്പോൾ 12, 18-നെ പകുതിയാക്കുമ്പോൾ 9, 18-നെ പകുതിയാക്കുമ്പോൾ 9. ഇതിനെല്ലാം ഇനി 3 വെച്ച് ഡിവൈഡ് ചെയ്യാലോ. കാരണം ഈ റേഷ്യോ ഏറ്റവും ചെറിയ ഫോമിൽ ഇരിക്കണം. 12-നെ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 9-നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 9-നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. സോ 4:3:3 എന്ന് പറയുന്നതാണ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. പ്രിൻസ് ആൻഡ് ക്വീൻ പാർട്ട്നേഴ്സ് 3:2 സണ്ണിനെ അഡ്മിറ്റ് ചെയ്തു. 1/4 ഷെയറിന് ന്യൂ റേഷ്യോ 2:1:1 ആണ്. സാക്രിഫൈസിങ് റേഷ്യോ കാണാം. സോ സാക്രിഫൈസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സാക്രിഫൈസ് കാണാൻ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ ആണ്. ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ ആണ് സാക്രിഫൈസ് കാണാനുള്ള ഇക്വേഷൻ. സോ സാക്രിഫൈസ്, പ്രിൻസിന്റെ സാക്രിഫൈസ് കാണാം. പ്രിൻസിന്റെ ഓൾഡ് ഷെയർ എത്രയാ? 3/5. പ്രിൻസിന്റെ ന്യൂ ഷെയർ എത്രയാ? 2/4. സോ ഇവിടെ കുറയ്ക്കണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കണം. 5-നെ 4 ആക്കാൻ പറ്റില്ല, 4-നെ 5 ആക്കാനും പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കിടക്കുന്ന 4-നെ താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഈ കിടക്കുന്ന 5-നെ താഴെ മുകളിൽ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതെന്തായി? 12/20 മൈനസ് 10/20 ഈക്വൽ 2/20. ഓക്കെ, പ്രിൻസിന്റെ സാക്രിഫൈസ് കിട്ടി. അതേപോലെ തന്നെ ക്വീന്റെ സാക്രിഫൈസ് കാണാം. ക്വീൻസ് സാക്രിഫൈസ് then 2/5. പ്രിൻസിനെയും ക്വീനെയും കണ്ടവർ ആരാന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം ഇപ്പൊ ഒരു 23 മിനിറ്റിന്റെ അടുത്തേക്ക് വീഡിയോ പോലോ. പ്രിൻസും ക്വീനെയും കണ്ടവർ ആരാന്ന് താഴെ കമന്റ് ചെയ്യുക, അതായത് ഈ ക്വസ്റ്റ്യൻ കണ്ടവര്. അപ്പോ ക്വീന്റെ സാക്രിഫൈസ് ആണ് 2/5 മൈനസ് ക്വീന്റെ ഷെയർ എത്രയാണ്? ന്യൂ 1/4 ആണ്. അപ്പൊ ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഇൻറ്റു 4 ഈ കിടക്കുന്ന 5-ന് ഇങ്ങോട്ട് ഇൻറ്റു 5. അപ്പൊ എന്തായി? 8/20 മൈനസ് 5/20 ഈക്വൽ 3/20. സോ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ്? 2:3 എന്ന് പറയുന്നതാണ് സാക്രിഫൈസിങ് റേഷ്യോ വരുന്നത്. ഓക്കെ, അതും ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ, അസർട്ടൈൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ബൈ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണ് ചെയ്യുന്നത്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആവറേജ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സോ ആവറേജ് പ്രോഫിറ്റ് കാണാം. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്
12,000 rupees ആണ് അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. then ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പാർട്ട്നേഴ്സിന്റെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ ഒരു 3000 തന്നിട്ടുണ്ട്. ആ 3000 തന്നാൽ സാലറി എന്നൊക്കെ പറഞ്ഞ് തന്നാൽ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് തന്നാൽ അത് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. അപ്പോഴാണ് ശരിക്കുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. സോ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 12,000 അല്ല, 12,000 നിന്ന് 3,000 കുറച്ചിട്ടുള്ള 9,000 ആണ് ആവറേജ് പ്രോഫിറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോർമൽ പ്രോഫിറ്റ് കാണണം. നോർമൽ പ്രോഫിറ്റ് കാണാൻ ഇക്വേഷൻ ഉണ്ട്. നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 ആണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 1,00,000. 1,00,000 ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 8 ആണ്, 8/100. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 8,000 rupees ആണ് നോർമൽ പ്രോഫിറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കാണേണ്ടത്. സൂപ്പർ പ്രോഫിറ്റ് കാണാൻ സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ്. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 9,000. നോർമൽ പ്രോഫിറ്റ് എത്രയാണ്? 8,000. സോ കുറയ്ക്കുമ്പോൾ 1,000 rupees ആണ് സൂപ്പർ പ്രോഫിറ്റ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ ഗുഡ് വിൽ കാണുന്നത്. ഗുഡ് വിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ഓക്കെ, സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,000 rupees ആണ്. നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ഇതിൽ ഏതാണ് തന്നിരിക്കുന്നത്? 3 year ആണ് തന്നിരിക്കുന്നത്. സോ ഇൻറ്റു 3. സോ 30,000 എന്ന് പറയുന്നതാണ് നമ്മുടെ ഗുഡ് വിൽ എന്ന് പറയുന്നത്. സോറി, 30,000 അല്ല, 3,000. 1000 into 3,000 എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. So അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. At the time of reconstitution of a firm, value of building is found appreciated by 20%. റീകോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്ത് ബിൽഡിങ്ങിന്റെ വാല്യൂ 20% കൂടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എൻട്രി എന്തായിരിക്കും എന്ന് ചോദിക്കുന്നത്. ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടി, അസറ്റിന്റെ വാല്യൂ കൂടാന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭമാണ്. ലാഭം വരുമ്പോൾ എപ്പോഴും നമ്മൾ റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യണം. ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കണം. then ഡെബിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? ബിൽഡിങ്ങിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. സോ ബിൽഡിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്നാണ് അതിന്റെ എൻട്രി വരാം. then briefly explain any two circumstances which need for revaluation of goodwill in a partnership firm. എപ്പോഴൊക്കെയാണ് ഗുഡ്വിൽ റീവാല്യൂ ചെയ്യേണ്ടി വരുന്നത്? ഗുഡ്വിൽ റീവാല്യൂ ചെയ്യേണ്ടി വരുന്നത് ഒന്ന് പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, then രണ്ട് പാർട്ട്ണർ റിട്ടയർ ആകുന്ന സമയത്ത്, then പാർട്ട്ണർക്ക് ഡെത്ത് സംഭവിക്കുമ്പോൾ, then ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തുമ്പോൾ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അപ്പോഴൊക്കെയാണ് എന്ത് വരുന്നത്? ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ടി വരുന്നത്. then enumerate any two rights acquired by newly admitted partner. പുതുതായിട്ട് വരുന്ന പാർട്ട്ണർക്ക് കിട്ടുന്ന രണ്ട് റൈറ്റ് എന്താണ്? റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദ ഫേം. റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദ ഫേം. റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദ ഫേം. പിന്നെ വരുന്നതാണ് റൈറ്റ് ടു ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ദ ഫേം. റൈറ്റ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം. ഇതാണ് അയാൾക്ക് കിട്ടുന്ന രണ്ട് റൈറ്റ്. ഇനിയും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതാ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് അടുത്ത പാർട്ടിലേക്ക് ചെയ്യാട്ടോ. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നെക്സ്റ്റ് പാർട്ടിലേക്ക് ചെയ്യാം. സോ പാർട്ട് 1 വീഡിയോ അവസാനം വരെ കണ്ടവർ ആരൊക്കെയാണെന്നൊന്ന് താഴെ കമന്റ് ചെയ്തേക്കാം. സോ പാർട്ട് 2 എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് പാർട്ട് 1 വീഡിയോക്ക് മാക്സിമം ലൈക്ക് നിങ്ങൾ തരാം. ഷുവർ ആണ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നാളത്തെ എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പാർട്ട് 1-ൽ നിന്ന്. അതിന് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ ഉപകരിക്കും. റിവാലുവേഷനും റിയലൈസേഷന്റെ പ്രോബ്ലം എല്ലാം നമ്മൾ ഇനി വരുന്ന പാർട്ടിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു.